ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്കവരോട് അലിവ് തോന്നുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശു 4000 പോഷിപ്പിക്കുന്ന വേദഭാഗമാണിത്. യേശു തൻ്റെ അടുക്കൽ എത്തുന്നവരോട് എത്രമാത്രം കരുണയുള്ളവനാണെന്നും യേശു അവരെ കരുതുന്നുവെന്നും അതിലൂടെ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നുവെന്നും ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 3 നാൾ തന്നോടുകൂടെ ആയിരുന്ന ജനത്തിന് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലായകൊണ്ട് യേശുവിന് അവരോട് മനസ്സലിവ് തോന്നുന്നു. അവരുടെ വിശപ്പ് അവൻ അറിയുന്നു. അവരുടെ ഭവനങ്ങളിലേക്കുള്ള മടക്കയാത്രയിൽ വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് കർത്താവ് അറിയുന്നു. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവർ ആയിരുന്നു. യഹൂദരും ജാതീയരുമായ അനേകർ യേശുവിനെ കാണുവാനും അവൻ പറയുന്നത് കേൾക്കുവാനും പഠിക്കുവാനുമാണ് വന്നത്. തുറന്ന ഹൃദയത്തോടെ, ശ്രദ്ധിക്കുന്ന ഹൃദയത്തോടെ വചനത്തിനായി ദാഹിച്ച് കർത്താവിനോടുകൂടെ ആയിരുന്നവരുടെ വിശപ്പ് അവൻ അറിഞ്ഞു. അവരോട് കരുണ തോന്നുന്നു. തുടർന്ന് നാം കാണുന്നത് യേശുവിൻ്റെ കരുതലാണ്. മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചുവെങ്കിലും അവിടെയുണ്ടായിരുന്ന 7 അപ്പവും ചെറിയ കുറെ മീനുകളും യേശു സ്തോത്രം ചെയ്ത് വിളമ്പുവാൻ കൽപ്പിച്ചു. അവർ പുരുഷാരത്തിന് വിളമ്പി. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പുരുഷാരത്തെ പോഷിപ്പിച്ച യേശുവിൻ്റെ പ്രവൃത്തി ശിഷ്യന്മാർ ഓർത്തില്ല. നാമും പലപ്പോഴും ഇങ്ങനെയല്ലേ? കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ കരുതിയ വിധങ്ങൾ നാം മറന്നുപോകുന്നു. കർത്താവ് മനസ്സലിയുള്ളവനും കരുണയുള്ളവനുമാണെന്ന് തിരിച്ചറിയുക. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തുവെന്ന് നാം വായിക്കുന്നു. യേശുവിൻ്റെ കരുതൽ ഒരു നല്ല ഭക്ഷണം മാത്രമല്ല, യേശു നൽകുന്നത് തൃപ്തികരമാണ്. യേശു ക്രിസ്തുവിൽ നാം നിത്യമായും സമർത്ഥമായും ശക്തമായും സംതൃപ്തരാണ്. യേശു നമുക്ക് നൽകുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നതിലും അധികമായി നൽകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ യേശു മുന്നമേ അറിയുന്നു. നമ്മോട് കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ച കർത്താവ് പിന്നത്തേതിൽ ക്രൂശിലെ തൻ്റെ മരണത്തിലൂടെ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ജീവൻ്റെ അപ്പമായി മാറി. യഹൂദനും സകല ജാതികളും പങ്കുചേരുകയും ജീവൻ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരേയൊരു അപ്പമായി യേശു മാറി. ജീവൻ്റെ അപ്പമായ യേശു ക്രൂശിൽ മരിച്ച അല്പനേരത്തേക്ക് പിതാവിൻ്റെ കരുണ അവനോട് ഇല്ലാതെയായത് എന്നേക്കും നമുക്ക് അവൻ്റെ കരുണ ലഭിക്കേണ്ടതിനായിരുന്നു. പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തോടെ നീ കർത്താവിൻ്റെ അടുക്കൽ എത്തുക. അവന് നിന്നോട് കരുണ തോന്നും, നിന്നെ കരുതും, നിന്നെ സംതൃപ്തനാക്കും, നിന്നെ നിറയ്ക്കും. നിത്യതയിൽ നമ്മുടെ യേശു കർത്താവിനോടുകൂടെ വസിക്കുവാൻ നിനക്ക് അവസരമൊരുങ്ങുന്നു. മാറാനാഥ. ഗോഡ് ബ്ലെസ് us all.